അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് മുഹറം 10 വിശ്വാസികൾ ചരിത്ര നാളുകളെ അനുസ്മരിക്കുന്ന ദിനം. ഇസ്ലാമിക ചരിത്രങ്ങളിലെ ഏറെ പ്രാധാന്യമേറിയ കഥകൾ ഇന്നാണ് ജന്മം കൊണ്ടത്. നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം രക്ഷപ്പെട്ടതുപോലെ, ഫിറഔനിന്റെ ക്രൂരതകളിൽ നിന്ന് മൂസാ നബി അലൈഹിസ്സലാം രക്ഷപ്പെട്ടതുപോലെ ചരിത്രങ്ങൾ ഏറെയാണ് ഈ ദിനത്തിലുള്ളത്. അഹ്ലുബൈത്തിന്റെ ശോരചിന്തിയ ആയിരങ്ങളുടെ കണ്ണീരുണങ്ങാത്ത കർബലയുടെ കഥ നടന്നത് ഇതുപോലൊരു മുഹറമത്തിനായിരുന്നു. ഇഷ്ടനായ ക്രൂരനായ യസീദ് എന്ന അമവി ഭരണാധികാരി നബി കുടുംബത്തിനെ മാനഭംഗപ്പെടുത്തുന്ന മദീന പട്ടണത്തിന്റെ ഉറക്കം കെടുന്ന നീച പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയ കാലം. ആ സമയത്ത് ബയ്യത്ത് ചെടിക്കുരുക്കിട്ട് ഹുസൈൻ റളിയല്ലാഹു ക്ഷണിച്ചപ്പോഴും അദ്ദേഹം 70ഓളം വരുന്ന നബി കുടുംബമായിട്ട് മുംബൈയിലേക്ക് നടന്നെടുത്തപ്പോഴും അവരറിഞ്ഞിരുന്നില്ല അവർ മരണത്തിന്റെ വാതിലിലേക്കാണ് ചെന്ന് കയറിക്കൊണ്ടിരിക്കുന്നത്. ലോകമൊന്നടങ്കം കരഞ്ഞ് കഥ പറയുന്ന കർബലയുടെ ഭൂമിയിലേക്കാണ് അവർ പോകുന്നതെന്ന് അന്നവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഫ്രണ്ടീസിന്റെ നദീതീരത്ത് അന്ന് കുലിഞ്ഞു വീണത് വെറും പോരാളികളായിരുന്നില്ല, നബി തിരുമേനിയുടെ രക്തമോടുന്ന അഹ്ലുബൈത്തിന്റെ ശരീരങ്ങളായിരുന്നു. ഈ മഹനീയ ദിനത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരുടെ കൂടെ നമ്മളെ ഒരുമിച്ച് കൂടുമാറാകട്ടെ. ആമീൻ.